നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അഗ്നിവീർ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ വീണ്ടും നുണ പറയുകയാണെന്ന സൈന്യം. ജമ്മു കാശ്മീർ നൌഷേരയിൽ ഡ്യൂട്ടിക്കിടെ കുഴിബോംബ് പൊട്ടി വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സഭയിൽ മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ പറഞ്ഞ നുണ ഏറ്റെടുത്ത് കോൺഗ്രസ് സൈബർ വിഭാഗവും ഇത് പ്രചരിപ്പിച്ചു. എന്നാൽ ഈ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് സൈന്യം എക്സിൽ ചൂണ്ടിക്കാട്ടി. അഗ്നിവീർ അജയ് കുമാറിന്റെ പരമോന്നത ത്യാഗത്തെ ഭാരത സൈന്യം അഭിവാദ്യം ചെയ്യുന്നു. പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ. അജയുടെ കുടുംബത്തിന് 98.39 ലക്ഷം രൂപ നൽകി കഴിഞ്ഞു. അഗ്നിവീർ സ്കീം വ്യവസ്ഥകളനുസരിച്ച് ഏകദേശം 67 ലക്ഷം രൂപയുടെ എക്സ്ഗ്രേഷ്യയും മറ്റ് ആനുകൂല്യങ്ങളും പോലീസ് പരിശോധനയ്ക്ക് ശേഷം ഉടൻ കൊടുക്കും. 1.65 കോടി രൂപയാണ് കുടുംബത്തിന് ലഭിക്കുക, സൈന്യം എടുത്തു പറഞ്ഞു. കൂടാതെ രാഹുലിന്റെ വാദങ്ങൾ തള്ളി അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബവും രംഗത്തെത്തി. സൈന്യത്തിൽ നിന്ന് 98 ലക്ഷം രൂപ സഹായധനം ലഭിച്ചതായി വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ പിതാവ് ചരൺജിത് സിംഗ് പറഞ്ഞു. സൈന്യത്തിൽ നിന്ന് 2 ഘട്ടമായാണ് 98 ലക്ഷം രൂപ ലഭിച്ചത്. പോലീസ് നടപടികൾക്ക് ശേഷം ഉടൻ തന്നെ സൈന്യം എക്സ്ഗ്രേഷ്യ ഉൾപ്പെടെയുള്ള 67 ലക്ഷം രൂപ നൽകുമെന്ന് ഉറപ്പുണ്ട്. എന്റെ ഏക മകനായിരുന്നു അജയ്, ബാക്കി 6 പേരും പെൺമക്കളാണ്. ഇവരിൽ 4 പേർ വിവാഹിതരാണ്. ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിയായ ഇളയ മകൾ അഞ്ജലി ദേവിക്ക് ആശ്രിത നിയമനം ലഭിക്കും. സൈനിക കുപ്പായമിടണമെന്ന് അജയുടെ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ രാജ്യത്തിനും കുടുംബത്തിനും വേണ്ടി അവൻ ജീവൻ ബലിയർപ്പിച്ചിരിക്കുകയാണ്. മകനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുകയാണ് അവന്റെ അമ്മ മഞ്ജിത് കൗർ, അദ്ദേഹം പറഞ്ഞു. വീരമൃത്യു വരിച്ച സൈനികനുള്ള നഷ്ടപരിഹാരം അഗ്നിവീർ ഉൾപ്പെടെ എല്ലാ സൈനികരുടെയും ബന്ധുക്കൾക്ക് ഏറ്റവും വേഗം കൊടുക്കുന്നത് ഉറപ്പാക്കുന്നുണ്ടെന്ന് സൈന്യം കൂട്ടിച്ചേർത്തു. പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനു മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിലാണ് രാഹുൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള തന്റെ കന്നി പ്രസംഗത്തിൽ വ്യാജ ആരോപണം ഉന്നയിച്ചത്. അഗ്നിവീറുകൾക്ക് മാന്യമായ സംസ്കാര കർമ്മങ്ങളും നഷ്ടപരിഹാരവും ലഭിക്കില്ലെന്നായിരുന്നു ആരോപണം. ഇത് തിരുത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 1 കോടി രൂപ നഷ്ടപരിഹാരം വീരമൃത്യു വരിക്കുന്ന അഗ്നിവീറുകൾക്ക് കിട്ടുന്നുണ്ടെന്ന് സഭയിൽ പറഞ്ഞു. സിയാച്ചിനിൽ വീരമൃത്യു വരിച്ച അഗ്നിവീർ അക്ഷയ് നവാഡയുടെ അച്ഛൻ ലക്ഷ്മൺ നവാഡയും രാഹുൽ പറയുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. 1.08 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയെന്നാണ് ലക്ഷ്മൺ നവാഡെ പറഞ്ഞത്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച രാഹുൽ മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും കള്ളക്കഥയുമായി പ്രതിപക്ഷ നേതാവ് എത്തിയത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.